ഞാനുണ്ടല്ലോ ഒരു ഗ്രൂപ്പിലും പെടാത്ത ഒരാളാണ്. അതായത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ കൊണ്ടിട്ടാൽ ഞാൻ അവിടെ അത്യാവശ്യം സർവൈവ് ചെയ്യുന്നുള്ളതല്ലാതെ ഒരു ഗ്രൂപ്പിൽ തന്നെ നിൽക്കുന്ന ഒരാളല്ല. മിക്കവാറും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് ചാടുന്ന ഒരാളാണ്. അതായത് എൻ്റെ ഒരു വൈബ് മാച്ച് ചെയ്യാത്ത ആൾക്കാരുമായിട്ട് ഞാൻ അധികം നാള് മുന്നോട്ട് പോകത്തില്ല. അപ്പോൾ ഒക്കേഷണലി നമ്മളൊന്ന് മീറ്റ് ചെയ്ത് പിന്നെ അങ്ങ് പിരിഞ്ഞു പോവുക, ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഒരു ലൈഫ് ലോങ് ബന്ധമൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് പറ്റാറില്ല. സെയിം വേ എനിക്ക് അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സും ഇല്ലാന്ന് തന്നെ വേണേൽ പറയാം. മീൻ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയാൻ എനിക്കിപ്പോഴും ആരുമില്ല. ഹായ്, ഞാൻ ദീപ. അപ്പൊ ഇന്നത്തേത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഞാൻ കുറെ നാൾ മുന്നേ ഒരു എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ചതിൽ ഒരാൾ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാനൊരു നല്ല ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്നത്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഒന്ന് പറയുമോ എന്ന് ചോദിച്ചിട്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് നാട്ടുപച്ച അങ്ങനെയാണ് ആ പ്രൊഫൈലിൻ്റെ പേര്. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ല. എൻ്റെത് എല്ലാം പരിചയക്കാരാണെന്ന് വേണമെങ്കിൽ പറയാം. അത് മേ ബി എൻ്റെ ഒരു കയ്യിലിരിപ്പ് അല്ലെങ്കിൽ എൻ്റെ ഒരു സ്വഭാവം കാരണം തന്നെയാണ് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്തതെന്ന് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇല്ലാത്തത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്കൂൾ കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങാം. സ്കൂളിൽ എനിക്ക് തോന്നുന്നു LKG UKG അമ്മയും അച്ഛനും പറഞ്ഞ് കേട്ട് എനിക്കൊരു എൻ്റെ ഒരു ഫ്രണ്ടിന്റെ പേരറിയാം, അല്ലാതെ എനിക്കൊരു ഓർമ്മയും കിട്ടുന്നില്ല. അങ്ങനെ ഒരു ഒരു ഡീപ്പ് കണക്ഷൻ ഉള്ള ഒരു ബോണ്ടിങ് ഉള്ള ആൾക്കാരായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കുറേ പേരുടെയൊക്കെ പേര് ഓർമ്മയുണ്ട്, മുഖം ഓർമ്മയുണ്ട്, പക്ഷെ അവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകുന്ന ചോദിച്ചാൽ കുഞ്ഞുകാലത്തൊന്നും ഒരു ഓർമ്മയില്ല. പിന്നെ എനിക്ക് ഓർമ്മയുള്ളത് 10ാം ക്ലാസ്സിലെ കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ഹൈസ്കൂൾ കാലഘട്ടം. ഹൈസ്കൂളിൽ കുറേയധികം ഗ്യാങ്ങുകളിൽ ഞാൻ മെമ്പറായിരുന്നു. അറിയാലോ, എല്ലാവർക്കും കുറെ ഗ്യാങ്സ് ഉണ്ടാവും. അപ്പൊ എനിക്കും എൻ്റേതെന്ന് പറയാൻ പാകത്തിന് ഗ്യാങ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഞാൻ അതിൽ നിന്ന് ഇച്ചിരി മാറി നിൽക്കുന്ന പോലെയാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത്. മേ ബി എൻ്റെ ഒരു വൃത്തിയുടെ സ്വഭാവം കാരണമായിരിക്കാം. എനിക്ക് കുറേയധികം കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. ഞാൻ എൻ്റെ വാല്യൂസ് എന്നൊക്കെയാണ് കണക്കാക്കുന്നത്. അതായത് കോപ്പി അടിക്കുന്ന പരിപാടിയില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും അത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എന്തെങ്കിലും കാര്യത്തിലുണ്ടാവും. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ചില ആൾക്കാർ പോലെ ഇവിടെ തന്നാലും എന്നെ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരെ ഞാൻ അധികം എൻ്റർടൈൻ ചെയ്യാറില്ല. പിന്നെ എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേയധികം തിരിച്ചടികൾ കിട്ടാൻ തുടങ്ങി. എനിക്കത് ചിലതൊന്നും എനിക്ക് ഒട്ടും ദഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ ലൈഫ് ലോങ് ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ആൾക്കാർ മാറിപ്പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് കുറച്ച് പഠിക്കുന്ന പിള്ളേരെ കാണുമ്പോഴത്തേക്കും ഒരു ചാഞ്ചാട്ടം, അല്ലെങ്കിൽ കുറച്ച് ക്യാഷ് ടീംസിനെ കാണുമ്പോൾ ഒരു ചാഞ്ചാട്ടം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പെറ്റ്സിനെ കാണുമ്പം ഒരു ചാഞ്ചാട്ടം, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പം നമുക്കത് ഇതെന്താണ് പെട്ടെന്ന് നമ്മളെ വിട്ടങ്ങ് പോകുന്നത് എന്നൊരു ചിന്ത ഉണ്ടാവും. അപ്പൊ അത് കാരണം എനിക്ക് തോന്നുന്നു 10th ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ കംപ്ലീറ്റ്ലി കുറെ മോട്ടിവേഷണൽ ബുക്സ് ഒക്കെ വായിച്ചിട്ടുണ്ടോ നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാം, നമുക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പൊ സോ എനിക്ക് ഓർമ്മയുണ്ട് 10th ഏറ്റവും ബാക്ക് ബെഞ്ചൊന്നല്ല, ഓരോരുത്തർക്ക് കസേരയാണ്. ഏറ്റവും ബാക്കിൽ ടീച്ചറിനെ നേരെ കാണാൻ പറ്റുന്ന ഒരു പൊസിഷനിലാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ തൊട്ട് ഇപ്പുറത്തിരിക്കുന്ന ആളെ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഇപ്പുറത്തിരിക്കുന്ന ആളെ ഓർമ്മയുണ്ട്, പേര് മറന്നുപോയി. അപ്പം അവരൊക്കെ ഏതാണ്ട് ഒരു ഒറ്റപ്പെട്ട ആൾക്കാരാണ്. അതായത് ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞ് തള്ളി മാറ്റിയിട്ടേക്കുന്ന ഒരു ടീമാണ്. ഞാൻ അത്ര ബാക്ക് ബെഞ്ചർ ഒന്നും അല്ലായിരുന്നു, ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ഡിസ്റ്റിങ്ഷൻ 89% ഒക്കെ വാങ്ങിച്ചിട്ടാണ് 10th പാസ്സായത്. അതിനെന്നെ ഹെൽപ്പ് ചെയ്ത് എനിക്ക് തോന്നുന്നു എനിക്കൊന്നും ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതായത് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തന്നെ അപ്പുറം ഇപ്പുറമുള്ള ക്ലാസ്സുകളിലൊക്കെയാണ്. അപ്പം ഞാൻ രാവിലെ ചെല്ലുന്നു, സ്കൂളിൽ ഇരിക്കുന്നു, ടീച്ചേഴ്സിന്റെ കാര്യം കേൾക്കുന്നു, ട്യൂഷനൊന്നും ഇല്ല. ഉച്ചയാകുമ്പം വേറെ നോട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എഴുതുന്നു, ചോറുണ്ടെന്നു, ഓടിപ്പോയി ടോയ്ലറ്റ് കുറെ ദൂരെയാണ്, അവിടെ പോകുന്നു, തിരിച്ചു വരുന്നു. ഇതിനിടയ്ക്ക് വേറെ ലൂസ് സ്റ്റോക്സ് ഒന്നുമില്ല. അപ്പം എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കെന്തോ ആ സമയം ആയപ്പോഴത്തേക്കും എല്ലാവരും എന്നെ യൂസ് ചെയ്യുകയാണെന്നുള്ളൊരു തോന്നൽ തുടങ്ങി. അപ്പോൾ എന്തിനാ വെറുതെ നിന്ന് കൊടുക്കുന്നേ, അതുപോലെ നമ്മുടെ ലൈഫ് എന്തിനാ വെറുതെ കളയുന്നത്, 10th എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സീരിയസ് ആണ്, സോ നമുക്ക് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം എന്നൊരു അപ്രോച്ചിലാണ് ഞാൻ 10th സ്റ്റാർട്ട് ചെയ്തതും അത് ക്ലോസ് ചെയ്തതും. അപ്പൊ ഈ അവസാനം മറ്റേ ഓട്ടോഗ്രാഫ് എഴുതുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എനിക്കങ്ങനെ മനസ്സിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ആൾക്കാരെയും എനിക്ക് അങ്ങോട്ട് എടുത്തു പറയാനായിട്ട് തോന്നുന്നില്ല. ആരും ഇല്ലാന്ന് തന്നെ പറയാം. കുറെ ടീച്ചേഴ്സിനെയൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു, കുറെ ടീച്ചേഴ്സിനെയൊന്നും എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. സോ അത് കഴിഞ്ഞു. 10th കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പഠിച്ച ഒരു കോൺവെന്റ് സ്കൂളിലാണ്. ആ കോൺവെന്റ് സ്കൂളിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള
എന്താണ് സ്വഭാവമുള്ള അല്ലെ പല തരത്തിലുള്ള കോൺവെന്റ് സ്കൂൾ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ വരുന്ന ആൾക്കാരെല്ലാം ഏതാണ്ട് ഒരേ സിമിലർ പാറ്റേണിലുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരിക്കും. പക്ഷെ ഞാൻ പിന്നെ പ്രീ ഡിഗ്രിക്ക് ചേർന്നപ്പം, നമ്മൾ ലാസ്റ്റ് ബാച്ച് ആയിരുന്നു പ്രീ ഡിഗ്രിക്ക് ചേർന്നപ്പം ഒത്തിരി വെറൈറ്റി ഓഫ് ആൾക്കാർ, അതായത് മലയാളം മീഡിയത്തിൽ പഠിച്ച പിള്ളേരുണ്ട്, പിന്നെ അല്ലാണ്ട് കുറേ കുറേ ദൂരെ നിന്നുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള ആൾക്കാരുണ്ട്, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നവരുണ്ട്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള, നമുക്കൊന്നും അയ്യോ ഇവരൊക്കെ എങ്ങനെയാ എന്ന് ചിന്തിക്കാവുന്ന തരത്തിലുള്ള ആൾക്കാർ നമ്മൾ മീറ്റ് ചെയ്തു. അവിടെയും നമുക്ക് എപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ പോയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. എനിക്കൊന്ന് 100 പേരെങ്ങാണ്ടുണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സിൽ. പ്ലസ് വൺ അല്ലല്ലോ, പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഞാൻ മാത്സ് ആയിരുന്നു എടുത്തത്, മാത്സ് ആണ് ഇതെടുത്തത്. അപ്പോൾ അന്നും കുറേ തിരിച്ചറിവുകൾ ഉണ്ടായതാണ് ഈ പ്രീ ഡിഗ്രി കാലഘട്ടം എന്ന് പറയുന്നത്. ഇതിന് മുന്നേ പല വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് അവിടെ ഇങ്ങനെ ക്യാൻറ്റീനൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ വലിയ സാമ്പത്തികമുള്ള വീട്ടിൽ നിന്നല്ല ഞാൻ വരുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും മറ്റേ ക്യാൻറ്റീനിൽ പോയി പൊടിച്ചു കളയാൻ എൻ്റെ കയ്യിൽ പൈസയില്ല. പക്ഷെ എൻ്റെ ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കുറച്ച് ഹൈഫൈ ആകുമ്പം ഇവരുമായിട്ട് ഒന്ന് ഇവർ പോകുമ്പോൾ നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഫസ്റ്റ് ടൈം നമ്മൾ മേ ബി നമ്മുടെ കയ്യിൽ നിന്ന് ഇട്ട് കൊടുക്കും. സെക്കൻഡ് ടൈം അവർ പറയും ഓക്കെ നമ്മൾ തരാമെന്ന് പറയും, നമ്മളത് അറിയാതെ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ അടുത്ത ടേൺ ആകുമ്പോഴത്തേക്കും നമുക്ക് കൊടുക്കാനും ഇല്ല, ഇവരുടെ വായിന്ന് ഒരുമാതിരി വല്ലാത്ത വർത്താനം വരുകയും ചെയ്യും. ഇതും കൂടെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഇത്ര തലകുണിച്ച് നിൽക്കുന്നത്? അവരുടെ കൂടെ പോകുന്നോണ്ടാണ് നമ്മൾ വാങ്ങിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഞാൻ 5 പൈസ ചിലവാക്കാത്ത ഒരാളാ. സോ ഞാൻ ആലോചിച്ചു അതിലൊന്നും വലിയ കാര്യമില്ല. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാലിറ്റി വരികയാണ്. നമ്മുടെ ഇതൊക്കെ സംഭവിച്ചത് നല്ലതിനാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. സോ ആരുടെ ഒരു ഓഷാരത്തിന് നിൽക്കാതെ നമ്മൾ ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങി. അപ്പൊ പ്രീ ഡിഗ്രി കാലഘട്ടം അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഡിഗ്രി ആയപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. അത് എൻ്റെ കൂടെ പണ്ട് 8th പഠിച്ച പിള്ളേരും ഉണ്ട്, അല്ലാതെ പുതിയതായിട്ട് കണ്ടുപിടിച്ചല്ല പുതിയതായിട്ട് നമ്മൾ വന്നു ചേർന്ന ഒരു ഗ്യാങ് ഉണ്ട്. എനിക്ക് തോന്നുന്നൊരു 5-6 പേര് ചേർന്നിട്ടൊരു ഗ്യാങ് ആണ്. പക്ഷേ ഈ സ്കൂൾ കാലഘട്ടത്തിലും പ്രീ ഡിഗ്രി സമയത്തും ഒക്കെ എനിക്ക് കിട്ടിയ അടി കാരണം എൻ്റെ പേഴ്സണാലിറ്റി കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു ആ സമയത്ത്. അതായത് ഞാൻ ആ ഗ്യാങ്ങിലെ ഒരു മെമ്പറാണ്. ഓൾമോസ്റ്റ് എല്ലാ കാര്യത്തിനും ഞാൻ മുന്നിട്ട് നിൽക്കുകയും ചെയ്യും. ടീച്ചേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കാനായാലും പ്രോജക്ട് സബ്മിഷൻ ആയാലും അസൈൻമെന്റ് വൈവ ഇതുപോലത്തെ എല്ലാ കാര്യത്തിനും നമ്മൾ ജിൽ എന്ന് പറഞ്ഞ് നിൽക്കും. പക്ഷേ എൻ്റെ ഒരു കാര്യം ഞാൻ ഒറ്റയ്ക്കേ ചെയ്യത്തുള്ളൂ. അത് ചോറുണ്ണുന്നതിൽ തുടങ്ങിയിട്ട് കാര്യം അതാണ്. അതായത് ഗ്യാങ് എന്ന് പറയുമ്പം ഗ്യാങ് എപ്പോൾ കഴിക്കുന്നു അപ്പോഴാണ് എല്ലാവരും ഫുഡ് കഴിക്കുന്നത്, അല്ലെ ഗ്യാങ് എവിടോട്ട് പോകുന്നു അപ്പോഴാണ് പോകുന്നത്, അല്ലെങ്കിൽ ഗ്യാങ്ങിന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത്. ഞാൻ ഭയങ്കര കരിങ്കാലി ആയിരുന്നു വിത്തിൻ ദ ഗ്യാങ്. എനിക്ക് വിശന്ന ഞാൻ അപ്പോൾ പോയി ചോറുണ്ണും. ഞാൻ ഇവരൊന്നും വെയിറ്റ് ചെയ്ത് നിൽക്കത്തില്ല. ഞാൻ അവർ ഓക്കെ ആയിരുന്നു, ആ ഫ്രണ്ട്സ് ഓക്കെ ആയിരുന്നു, അവർക്ക് അറിയാമായിരുന്നു ഞാനൊരു പ്രത്യേക ക്യാരക്ടറാണ്. സോ എനിക്ക് തോന്നിയ പോലെ ഫുഡ് കഴിക്കാൻ പോകും. ഞാൻ ഒറ്റയ്ക്ക് ടോയ്ലറ്റിൽ പോകാനൊന്നും എനിക്ക് ആരുടെ ഹെൽപ്പ് വേണ്ട. നമ്മൾ അന്ന് അവിടെ കണ്ടേക്കുന്നതൊക്കെ കുറേ പേർക്കൊക്കെ ഇവിടെ താനും കൂടെ വാടേ എന്ന് പറഞ്ഞേ പോകത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഡിപ്പെൻഡൻസി ഞാൻ ആരുമായിട്ടും ഉണ്ടാക്കിയിട്ടില്ല, മനഃപൂർവ്വം, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ ഡിഗ്രി അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോയി. എനിക്കറിയത്തില്ല, എനിക്ക് ജോലി വേണം. അപ്പൊ ഞാനിങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഓരോരുത്തർ എന്തിന്റെ ആവശ്യത്തിനാണ് ഇപ്പോഴേ പോകുന്നത്? അപ്പൊ നമ്മുടെ കൺസെപ്റ്റ് വേറെയാണ്. അതുപോലെ കോളേജസിൽ സെമിനാർ ഒക്കെ വരും, ഈ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള സെമിനാർസ് ഒക്കെ വരുമ്പോഴത്തേക്കും പലർക്കും ഇൻട്രസ്റ്റ് ഇല്ല വരാൻ. അപ്പം നോർമലി നമ്മുടെ ഗ്രൂപ്പിന് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമ്മളും പോകത്തില്ല. പക്ഷെ നേരെ തിരിച്ചായിരുന്നു, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ഞാൻ അങ്ങ് പോയേക്കും, ആരും വന്ന് എനിക്ക് കൂട്ട് വേണ്ട. ഞാൻ അത്രയും ആ ഒരു സെമിനാറിനാണെങ്കിലും പോയിട്ട് ഒറ്റയ്ക്ക് പോയിരിക്കും. എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. സോ അതാണ് എൻ്റെ നമ്മുടെ ഡിഗ്രി കാലഘട്ടം. ഡിഗ്രി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ എനിക്ക് ഒരു ഓഫീസിൽ ഞാൻ ജോലിക്ക് കയറുകയാണ്. അപ്പം നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞപ്പം ഇതുവരെ ഉണ്ടായിരുന്ന ഇതെല്ലാം പോയിട്ട് ഓക്കെ, ജോലിയിൽ നമുക്ക് ഉള്ള ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊളീഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമുക്കൊരു ബന്ധം കാണും. അന്നേരം ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്നില്ല ഒരു ജോലിയിൽ നിന്ന് നമ്മൾ 2 വർഷം കഴിയുമ്പോൾ മാറും. അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലത്താണ് ഞാൻ എത്തിപ്പെട്ടേക്കുന്നത്. IT കരിയറാണ്, അധികം നാൾ നമ്മൾ ബന്ധങ്ങൾ സൂക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഭയങ്കര ആത്മാർത്ഥമായിട്ട് തന്നെ ആൾക്കാരുമായിട്ട് ഇടപെടാൻ തുടങ്ങി. ആദ്യത്തെ 2-3 വർഷം കൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി. തൊഴുത്തിക്കുത്ത്, പിന്നെ പുറയുന്ന ചരട് വലികള്, ഓഫീസ് പൊളിറ്റിക്സ്, ഇതൊക്കെ ചെറിയ രീതിയിൽ മനസ്സിലാക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ നമുക്ക് അധികമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ നമ്മുടെ ആ ഒരു കരിയർ ജേണിയിൽ കുറേ പേര്
ഇങ്ങനെ വലിച്ച് താഴോട്ടിടും, അല്ലെങ്കിൽ നമുക്ക് ഗ്രോ ആവാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറച്ചധികം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായേക്കുന്നത് എന്തിനാ വെറുതെ, എന്തിനാ പഠിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ നീ ഇപ്പം അങ്ങ് ഉണ്ടായിക്കളയും, ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗ് വരുമ്പോൾ നമുക്ക് അവരുടെ ഫ്രണ്ടിലിരുന്ന് നമുക്ക് നമ്മുടെ കരിയറിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. എനിക്ക് സംഭവിച്ചാണ് 10 വർഷം ഞാൻ അവിടെ ഇരുന്നു. 10 വർഷം എനിക്ക് ഗ്രോ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒന്ന് ഒരു സ്റ്റെപ്പ് എടുക്കുമ്പം നമ്മുടെ കൂടെയുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി ശരിയാണ്. പക്ഷേ എൻ്റെ ജോലി പോയ ആ സമയത്ത്, അല്ലെങ്കിൽ എന്നെ അവിടുന്ന് പിരിച്ചു വിട്ടുന്ന സമയത്താണ് ഞാൻ ആലോചിച്ചത്, നോക്കിയപ്പം എന്നെ എന്തിനാ പഠിക്കുന്നതെന്നൊക്കെ ഉപദേശിച്ച ആൾക്കാർ ഓൾറെഡി എക്യുപ്ഡ് ആയിരുന്നു എന്നുള്ളത് അതൊരു വലിയ എന്താണ്, അയ്യോ അപ്പൊ ഞാൻ മാത്രം, മനസ്സിലായില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തല്ല പറയുന്നത്, ഞാൻ ആ ഫ്രണ്ട്ഷിപ്പിനെ ഫ്രണ്ട്ഷിപ്പായിട്ട് കണ്ടപ്പോൾ എനിക്ക് പറ്റിയ കാര്യം, അല്ലാതെ ആസ് സച്ച് ആൾക്കാരെല്ലാം നല്ലതാണ്. പക്ഷെ ഞാൻ എന്താ അതിന് പറയുന്നത്, പല രീതികൾ അതിനകത്ത് ഉണ്ടായിരുന്ന കുറേയധികം സൈക്കോളജിക്കൽ, നമ്മൾ അറിയാണ്ട് തന്നെ വരുന്ന കുറെ കാര്യങ്ങളില്ലേ, അതിനെപ്പറ്റിയാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് കേട്ടോ. അതുപോലെ ഞാൻ കരുതിയിരുന്നത്, എൻ്റെ അവിടെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് തന്നെ കുറെ പേരുടെ ജോലി പോയിരുന്നു. അപ്പൊ അന്നേരമൊക്കെ എനിക്ക് ജോലിയുണ്ട്. അപ്പൊ ഞാൻ ജോലി പോയ ആൾക്കാരെയൊക്കെ ഇടയ്ക്ക് വിളിക്കും, അവരെ സഹായിക്കും, കുറെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും ഒക്കെ. അവര് ഒറ്റപ്പെട്ടു പോയില്ല എന്നൊരു തോന്നലൊക്കെ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അതേ ആൾക്കാര് എനിക്ക് ജോലി പോയിട്ട് എന്നെ ഒന്ന് വിളിച്ചത് പോലും ഇല്ല എന്നുള്ളത് ഭയങ്കര വിഷമായിരുന്നു എനിക്ക്. ആ വിഷമത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നൊരു 5 വർഷത്തോളം എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തതാണ്. ഇപ്പൊ ഞാൻ അവരെ ഒന്നും വിളിക്കാറ് പോലുമില്ല. വഴിയിലങ്ങനെ വെച്ച് കാണുമ്പോൾ ഒക്കെ സംസാരിക്കും, ചിരിക്കും എന്നുള്ളതല്ലാതെ ഞാൻ അടുപ്പിച്ച് ശരിക്കും പറഞ്ഞ എഫേർട്ട് ഇട്ടൊരു 3-4 വർഷം കുറെ പേരെയൊക്കെ വിളിച്ചിരുന്നു. പക്ഷെ നമ്മൾ വിളിക്കുമ്പം അവർക്ക് ഭയങ്കര ബിസിയാണ്. അപ്പൊ ഞാൻ ആലോചിക്കും, ഇവർക്ക് ജോലി പോയ സമയത്ത് നമ്മൾ എന്തോരം അവരെ ചെയ്തതാണ്. അങ്ങനെ ഒരു തിരിച്ചൊരു അതിന്റെ പേരിലെങ്കിലും കുറച്ചു നേരം ഒന്ന് ഫോൺ വിളിക്കുമ്പോ ഇല്ല, അങ്ങനെ പോലും ഇല്ല. അപ്പൊ അത് ഭയങ്കര ഷോക്കിങ് ആൻഡ് ഇതായിരുന്നു. അതോടെ മറ്റേ അവസാനത്തെ ശവപ്പെട്ടിയുടെ അവസാനത്തെ കല്ല്, അല്ല എന്താ പറയുന്ന, ആണി അടിച്ച കണക്കായിരുന്നു. എനിക്ക് പിന്നെ ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സ് എന്ന് പറയുമ്പം നമ്മൾ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഫ്രണ്ട്സുമായിട്ട് ഇപ്പോഴും ഹാങ് ഔട്ട്സിന് പോകുന്ന, ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കൂടുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. പക്ഷെ എനിക്ക് അങ്ങനെ ആരും തന്നെ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ ഗെറ്റ് ടുഗദറിനൊന്നും വരാൻ പറ്റാത്ത, അല്ലെങ്കിൽ വരാൻ ചാൻസ് കുറവായിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ രീതികൾ അതല്ല. നമ്മൾ ഈ കുറച്ച്, ഞാൻ ഉൾപ്പെടെ കുറച്ച് പഴങ്കഞ്ഞി ടീംസ് ആണ്. അതായത് നമുക്കിപ്പോഴാണ് തലയിൽ വെളിച്ചം വന്നു തുടങ്ങുന്നത്. ഇങ്ങനെ അല്ലായിരുന്നു ജീവിക്കേണ്ടത് എന്നുള്ള വെളിച്ചമൊക്കെ ഇപ്പോഴാണ് വന്നു തുടങ്ങുന്നത്. സോ എനിക്ക് അങ്ങനത്തെ ആരും തന്നെ ഇല്ല, ഇപ്പോഴും ഇല്ല. സോ അതാണ് എന്താണ് ജോലിയുടെ സമയത്തെ ഉള്ള കാര്യം. ഇപ്പൊ അത് കഴിഞ്ഞ് എനിക്ക് ആരും തന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാറില്ല. ഇപ്പൊ കാര്യങ്ങളൊക്കെ മാറി, നമ്മള് വലുതായി, നമുക്ക് പിള്ളേരായി. അപ്പം ഇപ്പോഴത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ സർക്കിൾ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോഴും എൻ്റെ കൂടെ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിച്ച കുറച്ച് പേരെയൊക്കെ എനിക്ക് ഇപ്പോഴും പരിചയമുണ്ട്, ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. കൂടുതലും എന്താണ്, എൻ്റെ കുട്ടികളുടെ കൂടെ തന്നെ അവരുടെ കുട്ടികളും പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു കണക്ഷൻ ഉണ്ട്. അങ്ങനെയുണ്ട്. പക്ഷെ അങ്ങനെയുള്ള കുറെ ഫ്രണ്ട്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എവിടെയാണോ നിർത്തിയത് അവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു വർഷം മുന്നെയാണ് നമ്മൾ നേരിട്ട് കണ്ട് സംസാരിച്ചെങ്കിൽ, ഇനി നമ്മൾ നെക്സ്റ്റ് 1 വർഷം കഴിഞ്ഞ് കാണുമ്പോഴത്തേക്ക് നമ്മൾ എവിടുന്ന് സ്റ്റോപ്പ് ചെയ്തോ അവിടുന്ന് നമുക്ക് സംസാരിച്ച് തുടങ്ങാൻ പറ്റും. അങ്ങനെയുള്ള കുറെ ഫ്രണ്ട്സ് എൻ്റെ ഓഫീസിലേയും ഉണ്ട്. പക്ഷെ ഇതാണ് ഒരു ഡീപ്പ് കണക്ഷൻ, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ബോണ്ട് ഇട്ട് വെച്ച് ആരും തന്നെ ഇല്ല. മേ ബി ഞാനത് ഉണ്ടാക്കിയെടുക്കാത്തതായിരിക്കാം. ഇതുപോലുള്ള കുറെ അധികം എന്നെ യൂസ് ചെയ്യുന്ന പോലെയോ, അല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രം എന്നെ യൂസ് ചെയ്തിട്ട് പിന്നെ അവരുടെ സമയം ആകുമ്പോഴത്തേക്ക് അവർക്ക് വേറെ ഫ്രണ്ട്സ് ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഞെട്ടലുണ്ടല്ലോ, ആ ഞെട്ടലിൽ നിന്ന് ഇവരെ എല്ലാം കൊണ്ട് ഞാൻ തന്നെ ഒഴിവാക്കിയതാണെന്നാണ് എനിക്ക് സബ്കോൺഷ്യസ്ലി ഞാൻ ഒഴിവാക്കിയതാവാം. അതുകൊണ്ടായിരിക്കാം ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പദം പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. സോ ഇപ്പൊ നമ്മുടെ സർക്കിൾ വളരെ ചെറുതാണ്. നമ്മുടെ കുട്ടികളുടെ അമ്മമാരൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ കൂടുതലും കാണുന്നത്. പക്ഷെ ആരെയും തന്നെ ഞാൻ അടുപ്പിക്കാറില്ല. എനിക്ക് ആരും തന്നെ എൻ്റെ വീട്ടിൽ വരുന്നതോ അല്ലെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് തരുന്നതോ എന്നുമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. കാരണം അടുത്ത ആൾക്കാരെ ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹിച്ച് അവസാനം പണി മേടിച്ചിട്ടേ ഞാൻ വന്നിട്ടുള്ളൂ. അങ്ങനെയാണ് എനിക്ക് എൻ്റെ പാസ്റ്റ് എന്നെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യം. ആരുമായിട്ടും അടുക്കണ്ട. അത് ഈ ഫ്രണ്ട്സ് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ക്ലോസ് ആക്കണ്ട. ഈവൻ ഞാൻ എൻ്റെ അമ്മ, അനിയത്തി, അനിയൻ ഇവരെ ആയിട്ടാണെങ്കിൽ പോലും എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു മെന്ററിനെ പോലെ ആക്ട് ചെയ്യുന്ന എൻ്റെ അനിയത്തിയാണ്. പക്ഷെ അവളെ പോലും ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ആലോചിക്കും, ഇല്ല ഇവളെയും ഞാൻ അധികം ഡിപ്പെൻഡ് ചെയ്യണ്ട, നമ്മൾ ഒറ്റയ്ക്ക് നിന്നാൽ മതി. ഇങ്ങനൊരു
ചിന്തയിലേക്കാണ് ഞാൻ പോകുന്നത് കേട്ടോ. കാരണം ഞാൻ എത്ര അടുക്കുമോ അത്രയും തന്നെ നമുക്ക് ഇവരുടെ ആ ഒരു ലോസ് നമുക്ക് സഹിക്കാൻ പറ്റൂല. അപ്പം കുറേ ആയിട്ട് നമ്മളത് സഹിക്കുന്നു. അതുകൊണ്ട് ഞാനിപ്പം ആരെയും തന്നെ അടുപ്പിക്കാൻ ശ്രമിക്കാറില്ല. ഇപ്പൊ യൂട്യൂബിൽ കൂടെ ആണെങ്കിൽ ഒത്തിരി പേര് നമ്മൾക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു പരിചയം ഉണ്ട്. പക്ഷെ ഇവരൊന്നും ചിലര് എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമാണ്. അപ്പൊ എനിക്കൊന്നും അങ്ങനെ പറയാൻ പോലും പറ്റാറില്ല. അപ്പൊ അവർ പറയുമ്പോൾ ഞാൻ പറയും, ഓക്കെ നമുക്ക് പരിചയക്കാരായിട്ടിരിക്കാം, എനിക്ക് ഒരു ഡീപ്പായിട്ട് കാണണം, നമുക്ക് ഒരുമിച്ച് പുറത്ത് പോകണം, ഓരോ ആക്ടിവിറ്റി ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. പക്ഷെ എനിക്കിപ്പോ ഇങ്ങനെ പുറത്തൊക്കെ പോകണം, എന്തെങ്കിലും ആക്ടിവിറ്റീസിനൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ സെയിം ഏജ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്നൊക്കെ ഞാൻ ഇപ്പൊ വിചാരിക്കാറുണ്ട്. പക്ഷെ അതൊരു കടപ്പാടായിട്ടോ അല്ലെ പിന്നീട് അതൊരു ഗിൽട്ടായിട്ടോ ഒക്കെ മാറുമോ എന്നുള്ളത് കൊണ്ട് അതില്ലേലും സാരമില്ല, മനസമാധാനം മുഖ്യം എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഈ അവസാനമായിട്ട് എനിക്കൊരു കുറച്ചും കൂടെ നല്ല അടുപ്പത്തിലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നത് കൊണ്ട് തന്നെ പുള്ളിക്കാരി എപ്പോഴും എനിക്ക് ഒത്തിരി ഗിഫ്റ്റ് കൊണ്ട് തരിക, അല്ലെങ്കിൽ എൻ്റെ പല കാര്യങ്ങളിലും ഭയങ്കരമായിട്ട് ഇടപെടുക. അപ്പം ഒരു ബൗണ്ടറി അങ്ങ് ക്രോസ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, ബൗണ്ടറി ക്രോസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് സഫക്കേഷൻ തോന്നും. അപ്പൊ ഞാൻ തന്നെ പറയും, നടക്കൂല, ഇത് വേണ്ട എന്നൊക്കെ ഞാൻ പറയും. നമ്മുടെ ബന്ധം ഇങ്ങനെ തന്നെ ഇരിക്കണമെങ്കിൽ നമ്മൾ ആ ഒരു സേഫ് ഡിസ്റ്റൻസ് ഇട്ടിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ പുള്ളിക്കാരി ബൗണ്ടറി ക്രോസ് ചെയ്തു, ഞാൻ സഫക്കേറ്റഡ് ആയി. അപ്പം എന്തോ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചു. ആ പ്രപ്പോസൽ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, എന്നെ നിർബന്ധിക്കരുത്. ഈ ഒരൊറ്റ കാര്യം പറഞ്ഞതിന് പിന്നെ പുള്ളിക്കാരിനെ കണ്ടിട്ടേ ഇല്ല. അപ്പം ഞാൻ ആലോചിച്ചു, പക്ഷെ എനിക്കത് ഭയങ്കര ഒരു ഫീലിംഗ് ഒന്നും ആയിട്ടില്ല. കാരണം ഞാൻ ഓൾറെഡി സഫോക്കേറ്റഡ് ആയിരുന്നു പുള്ളിക്കാരിയുടെ ഇതില്. കാരണം നമ്മളൊട്ടും കംഫർട്ടബിൾ അല്ല. അതായത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഫ്രണ്ട് ഡിസൈഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് സഫോക്കേഷൻ തുടങ്ങുവാണ്. എൻ്റെ കേസിൽ എൻ്റെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ ഞാൻ എന്ത് ഡിസിഷൻ എടുക്കുന്നു എന്നുള്ളത് ഞാൻ ഞാൻ മെൻഡറെന്ന് കരുതുന്ന എൻ്റെ അനിയത്തി പറഞ്ഞാലും ഞാൻ കേൾക്കാറില്ല, എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞാൽ കേൾക്കാറില്ല, അപ്പനമ്മ പറഞ്ഞാൽ പണ്ടേ കേൾക്കാറില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാളാ. അപ്പം എൻ്റെ ഇതിൽ കയറിയിട്ട് അധികാരഭാവത്തോടെ അത് ഇത് ഇങ്ങനല്ല ചെയ്യേണ്ടത്, നിനക്കിത് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അതെല്ലാം ഇരിക്കുന്നതിന്റെ കൂട്ടത്തില് നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത കുറെ കാര്യങ്ങളിലേക്ക് വലിച്ചഴിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് താല്പര്യമില്ലാതെ ഇങ്ങനെ നിന്നത്. ഒരു പ്രപ്പോസൽ വന്നു, ഞാനത് പറ്റത്തില്ല എന്ന് പറഞ്ഞത് വളരെ പൊളൈറ്റ് ആയിട്ട് പറഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ ഒരു ദേഷ്യവും. സാധാരണ എൻ്റെ പൊട്ടിത്തെറിക്കുക ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാണ്ട് പോലും പുള്ളിക്കാരി ഡിസപ്പിയർ ആയി. അപ്പൊ അതിനുശേഷം എനിക്ക് വേറെ ആരടുക്കും ശ്രമിക്കുമ്പോഴും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എപ്പോഴും അവരെ കുറച്ചും കൂടെ മാറ്റി നിർത്തിയിട്ടാണ് ആ ഒരു സംസാരം തുടരുക, അല്ല നമ്മുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. പിന്നെ എനിക്ക് കുറേ അധികം ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പം ഞാനൊരു കുറച്ചും കൂടെ ഒരാളുമായിട്ടൊന്ന് അടുക്കണം, അല്ലെ അയാളെ ഞാൻ ഒരു വേർത്തി എന്ന് പറയാവോ എന്നറിയത്തില്ല, അയാളെ കുറച്ചൊന്ന് മാനിക്കണമെങ്കിൽ ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുന്ന, അല്ലെങ്കിൽ എൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സമയമാണ്. സമയത്തിന്റെ പങ്ക്ച്വാലിറ്റി. അതായത് ഞാനിപ്പോ പറയുവാണ്, ഞാൻ ടൈമിനെ ഭയങ്കര അധികം വാല്യൂ ചെയ്യുന്ന ഒരാളാണ്. കാരണം ഈ ടൈം അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇവിടെ മെയിനായിട്ടും ഞാനും ബിജുവും പിള്ളേരും ഒക്കെ ആയിട്ട് ഏറ്റവും അടികൂടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാവിലെ മറ്റേ റോബോട്ടിക് ആയിട്ട് ടൈം ടേബിൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളും ഒരു ടൈം ടേബിളും ഇല്ല, ഒരു ഇതും ഇല്ലാത്ത രണ്ട് ആൾക്കാരാണ് ഇവിടെ ഉള്ളത്, എൻ്റെ ഹസ്ബൻഡും എൻ്റെ പിള്ളേരും. അപ്പൊ ഇവരുമായിട്ട് സ്ഥിരം അടി വെക്കുന്നത് ഇതാണ്. നമ്മളൊരു കല്യാണത്തിന് പോകണം, 10 മണിക്ക് പോകേണ്ട കല്യാണത്തിന് 9:30 ഞാൻ റെഡി ആയിട്ടിരിക്കും. 10 മണിക്കായിരിക്കും ഒരാൾ കുളിക്കാൻ കയറുന്നത്, വേറൊരാൾ ഡ്രസ്സ് അന്വേഷിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഭയങ്കര ഫ്രിക്ഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് ഞാൻ ഇവരെ മാനേജ് ചെയ്ത് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഇതാണ്. പക്ഷെ അവരുടെ കാര്യം, അപ്പൊ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണെങ്കിൽ അവര് 10 മണിന്ന് പോകണമെങ്കിൽ അവർ 8 മണിക്ക് റെഡി ആയിരിക്കും. പക്ഷെ നമ്മുടെ ഒരു കാര്യമൊക്കെ വരുമ്പോഴത്തേക്ക് ഇവർ ഉഴപ്പ് കാണുമ്പോൾ നമുക്കങ്ങ് കലിയാണ്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഗ്രൂപ്പില് സമയം പറഞ്ഞ സമയത്തിന് വരുന്ന ആൾക്കാരെ മാത്രമേ ഞാൻ ഒന്നാമത്തെ കാര്യം ഇന്നാക്കത്തുള്ളൂ ആ ഒരു സർക്കിളില്. അല്ലാത്തവരെ നമ്മൾ പരിചയക്കാരാണ്, ഓക്കെ ഗുഡ്. അപ്പൊ എനിക്കറിയാം, ഞാനൊരു പരവേശവാസിയാണ്, വെപ്രാളവാസിയാണ്. എനിക്ക് ഒരിടത്ത് സമയത്തിന് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ടൈമിന് വാല്യൂ ഉണ്ട്, എൻ്റെ ടൈമിനും വാല്യൂ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന. സോ എന്നെ കുറെ പോസ്റ്റ് ആക്കുന്ന ഫ്രണ്ട്സിനെ ഞാൻ ഒന്നാമത്തെ തവണ കഴിഞ്ഞ് പിന്നെ ഞാൻ അവരുടെ കൂടെ ഒരിടത്തും പോകാനായിട്ട് നിൽക്കത്തില്ല. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷിന്റെ ഒരു കൈകാര്യം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എനിക്കൊന്ന് കുഞ്ഞിലെ തൊട്ടേ ഒരു രൂപ ഞാൻ ആരുടെയെങ്കിലും നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു കൊടുക്കാനായിട്ട് നിൽക്കും.
അതായത് അപ്പൊ അവര് പറയും അയ്യോ 1 രൂപയല്ലേ സാരമില്ല എന്ന് പറയും. പക്ഷെ ഞാൻ കൊടുക്കുകയും ചെയ്യും, എന്റെ കയ്യിൽ നിന്ന് പോയ 1 രൂപ ഞാൻ തിരിച്ചു ചോദിക്കുകയും ചെയ്യും. അതുപോലത്തെ ഒരു എച്ചിക്കണക്ക് പറയുന്ന ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഫ്രണ്ട്സ് ഗ്യാങ് ആയിട്ട് പുറത്ത് പോകുമ്പം എന്തെങ്കിലുമൊക്കെ മേടിക്കുകയാണ്, ഫുഡ് ഐറ്റംസ് ഒക്കെ മേടിക്കുകയാണെങ്കിൽ സാധാരണ പറയത്തില്ലേ, നിങ്ങൾ അങ്ങ് കൊടുത്തോ, ഞാൻ അടുത്ത പ്രാവശ്യം കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഇന്ന് എന്റെ ചെലവ് നാളെ നിന്റെ, അങ്ങനെ ഒരു പരിപാടി എനിക്ക് താല്പര്യമില്ല. അപ്പം എന്തുവാ എൻ്റെ ഒരു പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും, നിൽക്കുന്ന ആളുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഈക്വൽ ആയിട്ട്, അല്ലെങ്കിൽ അപ്പന സാധനം മാത്രം മേടിച്ച് വന്നിരുന്ന് റൗണ്ട് അപ്പ് ചെയ്ത് കഴിച്ച് പോവുക എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഈ ഒരു പരിപാടി പറഞ്ഞു വെച്ചാൽ ഇത് അക്സെപ്റ്റ് ചെയ്ത ഒരൊറ്റ മനുഷ്യത്തിയേ ഉള്ളൂ. അതെന്റെ എന്താണ്, എൻ്റെ ഫ്രണ്ട് ദിവ്യയാണ്. പുള്ളിക്കാരിക്ക് മാത്രമേ ഇത് അതിൻ്റെതായ സെൻസി മനസ്സിലായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും പറയും ഇതെന്താ ഇങ്ങനെ അല്ല എന്നുള്ളത്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധം അങ്ങ് നിൽക്കും. അതായത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കടപ്പാടില്ല. നമ്മളുടെ ഒരു നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ നമുക്കൊരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ആരെങ്കിലും ഉണ്ട് നമുക്ക് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഒന്ന് ചുമ്മാ ഒരു സൗണ്ടിങ് ബോർഡ് പോലെ ആക്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഒരാള്, അതാണ് നമുക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഡീപ്പ് ഇൻസൈഡ് നമ്മുടെ വീട്ടുകാര്യത്തിൽ വന്ന് ഇടപെട്ട്, അല്ലെ നമ്മുടെ ലൈഫിലെ ഡിസിഷൻസിൽ കയറി ഇടപെട്ട്, അല്ലെ നമ്മുടെ പിള്ളേരുടെ കാര്യത്തെ പറ്റി കുറ്റം പറഞ്ഞ്, അങ്ങനല്ല. നമുക്കൊന്നിങ്ങനെ പദം പറഞ്ഞിരിക്കാനായിട്ട് ഒരാള്, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോകാനായിട്ട്, അത് ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും പറ്റിയെന്ന് വരത്തില്ല. ഞാനും ദിവ്യയും കൂടെ ഒക്കെ എപ്പോഴും ട്രിപ്പ് പ്ലാൻ ചെയ്യും. ഗോവ, മറ്റേ കൊടൈക്കനാല്, കാശ്മീർ, ഇതുവരെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആകെ പോകുന്നത് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ചെറിയ മോളിലൊക്കെ ഒന്ന് പോയിരിക്കും. അന്നേരം പോലും നമ്മളിങ്ങനെ പൈസ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് കണക്കിൽ സ്പ്ലിറ്റ് ചെയ്തൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് എന്താ, ഇന്ന് കണ്ടു പിരിഞ്ഞു തീർന്നു, ഇനിയിപ്പോ അടുത്ത് അങ്ങ് കണ്ടില്ലെങ്കിലും നമുക്കൊരു പ്രശ്നമില്ല. അല്ലെങ്കിൽ ഇന്ന് ഞാൻ കൊടുത്തു നാളെ ഞാൻ, അങ്ങനൊന്നുമില്ല. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടിയില്ല. പിന്നെ വല്ലപ്പോഴും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊരു എന്താണ്, നമുക്കൊരു ഗിൽറ്റ് ആവത്തില്ല, അയ്യോ ഇയാൾ ഇന്ന് തന്നോണ്ട് ഞാൻ ഇന്ന് കൊടുക്കണം, അങ്ങനൊരു ഇത് നമ്മൾ തമ്മിലില്ല. അപ്പൊ ഇനിയിത് പറയാൻ പേടിയാ. കാരണം ദിവ്യനെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മളൊരു ലിമിറ്റ് വിട്ട് നമ്മൾ അടുക്കാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കും. ഞാൻ ആരെപ്പറ്റി എന്ത് പറഞ്ഞിട്ടുണ്ടോ പിന്നെ ഉടനെ തന്നെ അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അടിച്ചു പോകുമെന്നുള്ളതാണ്. സോ എനിക്കിതെല്ലാം പറയാൻ തന്നെ പേടിയാണ്. അപ്പൊ ഇപ്പൊ പുള്ളിക്കാരിയായിട്ട് നമ്മൾ അധികം മീറ്റ് ചെയ്യുന്നില്ല. എനിക്കൊന്ന് ജോലി തുടങ്ങിയതിന് ശേഷം ഇപ്പൊ ഏതാണ്ട് 5-6 മാസമായി നമ്മൾ കണ്ടിട്ട്. ഇടയ്ക്ക് ഫോണിൽ വിളിച്ചിട്ട് ഞാനിങ്ങനെ പറയും, ദിവ്യ നമുക്ക് മീറ്റ് ചെയ്യണം, എന്നിട്ട് ഞാൻ തന്നെ അത് ഒഴിവാക്കും. കാരണം നമുക്ക് അന്നേരത്തേക്ക് വേറെ എന്തെങ്കിലും വർക്ക് വരും, നടക്കത്തില്ല. അപ്പം അങ്ങനെ കുറെ ക്രൈറ്റീരിയാസ് ഞാൻ വെച്ചിട്ടുണ്ട്. ഈ ക്രൈറ്റീരിയ എല്ലാം പാസ്സാവുന്നത് ദിവ്യയാണ് എനിക്ക് കണ്ടതിൽ വെച്ച് സമയം പറഞ്ഞ കൃത്യസമയം. അതായത് 10 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9:50 പുള്ളിക്കാരി റെഡി ആയിരിക്കും. അതുപോലെ നമുക്ക് ഒരു പേടിയും വേണ്ട, സമയം പറഞ്ഞ കൃത്യസമയം, കൃത്യം. അപ്പം അത് കറക്റ്റാണ്. പിന്നെ ഈ പൈസയുടെ കാര്യം, ഇത് രണ്ടും എൻ്റെ മെയിൻ പോയിന്റ്സ് ആണ്. അപ്പൊ അത് ഒത്തുവന്ന ഒരാള് ഇത്രയും കഴിഞ്ഞിട്ട് ഒരാളെ കിട്ടിയിട്ടുള്ളൂ എനിക്കത്. അങ്ങനെ അല്ലാതെ വേറെ കുറെ ആൾക്കാരുമായിട്ട് പലരും പല രീതികളാണ്. എല്ലാവരും നമ്മൾ ഒരേ അച്ചിലിട്ട് വാർത്തൊന്നും അല്ലല്ലോ. സോ പലരുമായിട്ട് നമുക്ക് യോജിച്ച് പോകാൻ പറ്റുന്ന ആൾക്കാർ വിരലെണ്ണാവുന്നവരേ ഉള്ളൂ. ഇവരെ ഒന്നും ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ ഞാൻ വിളിക്കത്തുമില്ല. കാരണം എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല. ഇവരെയൊക്കെ നമുക്ക് പരിചയക്കാരല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഫ്രണ്ട്സ് ആണ്. ഇപ്പം ഞാൻ പല ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴാട്ടെ, സെമിനാർസ് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക്ഷോപ്പിന് പോകുമ്പോൾ ഒക്കെ അന്നേരം കാണുന്ന ആൾക്കാരുമായിട്ട്, നമ്മുടെ വൈബിന് ചേരുന്ന ആൾക്കാരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കും. അവരുടെ ഫോൺ നമ്പർ മേടിക്കും, അവരുമായിട്ട് ചിലപ്പോൾ കണക്ഷൻ ഉണ്ടാവും, ചിലപ്പോൾ വോയിസ് ഇടും, ഇതൊക്കെ നടക്കും. അപ്പൊ അത് പരിചയക്കാർ മാത്രമാണ്. ഒരു ഇമോഷണലി നമ്മുടെ ഡീപ്പ് ഇൻസൈഡ് നമുക്ക് ഉള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പാകത്തിനുള്ള ആൾക്കാരൊക്കെ വളരെ കുറവാണ്. ഞാൻ വാ പോയ കൊടാലിയാണ്, ഞാൻ പറയാറുണ്ട്. പക്ഷെ അത് നമുക്കെതിരെ തിരിച്ചുപയോഗിക്കത്തില്ല എന്നൊക്കെ അറിയാവുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അവരായിട്ടാണ് നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ മേ ബി എനിക്ക് തോന്നുന്നു എൻ്റെ തന്നെ സ്വഭാവം കാരണമാണ് എനിക്ക് ഫ്രണ്ട്സ് ഇല്ലാത്തത്. പക്ഷെ അത് ഇല്ലാത്തത് നന്നായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു കാര്യം, ഇപ്പൊ എനിക്കൊരു കാര്യം തീരുമാനിച്ചാൽ ഞാനിപ്പോ ഇറങ്ങി അങ്ങ് പോവും. അല്ലാതെ താനും കൂടെ വാണേ, എന്നാ പിന്നെ എനിക്ക് ഇതൊന്നും ചെയ്യാലോ, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്നില്ല, ഇങ്ങനൊരു ഇതൊന്നും ഇല്ല. അതെനിക്ക് തോന്നുന്നു ദിവ്യക്കും ഇല്ല. ദിവ്യക്കും എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ ദിവ്യ ഇറങ്ങി അങ്ങ് പോവും, കാര്യങ്ങൾ ചെയ്യും. നമ്മൾ അങ്ങനെ പോകുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ ടുഗദർ നമുക്ക് റിലേറ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ പിള്ളേര് ഒരേ പ്രായമാണ്, നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒരേപോലത്തെ തന്നെയാണ്. അപ്പം നമുക്ക് റിലേറ്റ് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഓക്കെയാണ്.
പിന്നെ ഈ പറഞ്ഞ ക്രൈറ്റീരിയാസ് ഒക്കെ പുള്ളിക്കാരി ഫുൾഫിൽ ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്കാരിക്കും എന്നെ മാനേജ് ചെയ്യാൻ എളുപ്പമാണ്, എനിക്ക് പുള്ളിക്കാരിനെ മാനേജ് ചെയ്യാൻ. നമുക്കൊരു ബേർഡൻ അല്ല, നമുക്കൊരു ഗിൽറ്റ് ഫീൽ ചെയ്യത്തില്ല. അല്ലെങ്കിൽ നമുക്ക് അയ്യോ നമ്മളിങ്ങനെ അയാൾക്ക് ഇങ്ങനെ ചെയ്താലേ അയാൾ നിൽക്കത്തുള്ളൂ, അങ്ങനൊന്നുമില്ല. നമുക്ക് യാതൊരു അത് നമ്മളിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വേറൊരാൾക്കൊന്നും ഹേർട്ട് ചെയ്യുന്ന ഒരു പരിപാടിയില്ല. അപ്പൊ തന്നെ നമ്മളെ സമാധാനമാണ്. ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നമുക്ക് സമാധാനം എന്ന് പറയുന്ന സാധനമില്ല, നമുക്ക് സന്തോഷമില്ല, നമുക്ക് ഒരു കമ്മിറ്റ്മെന്റ് വരുവാണ്, ഇങ്ങനെ ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? ഒന്നാമത് തന്നെ നമുക്ക് ഒത്തിരി തലവേദനയുണ്ട്. ഇനി ഇതിന്റെ പേരിൽ നമുക്കൊരു ഇച്ചിരി നേരം 5 മിനിറ്റ് നിന്ന് സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ കുറേയധികം കമ്മിറ്റ്മെന്റ് വെച്ചിട്ട് നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് നീക്കുന്നതിൽ അർത്ഥമില്ല. ഇത് എന്റെ കൺസെപ്റ്റാണ്, എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ കൺക്ലൂഡ് ചെയ്യുകയാണ്, പറയാൻ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ വേറെ ആരും ഇല്ല നമ്മുടെ കൂടെ എന്നൊക്കെ ഫീൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. എനിക്ക് എപ്പോഴും ചില സമയത്ത് ഇങ്ങനെ തികട്ടി വരും വേറെ ഫ്രണ്ട്ഷിപ്പും അവരുടെ സോഷ്യൽ മീഡിയയിലെ അവരുടെ കറക്കവും ഒക്കെ കാണുമ്പോൾ ഞാൻ എനിക്കങ്ങനെ ആരും ഇല്ലല്ലോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു കമ്പാരിസൺ ഒക്കെ നടത്തും. പക്ഷെ ഞാൻ എൻ്റെ മനസ്സമാധാനം തന്നെയാണ് ഇതിന്റെ മേലെ പ്ലേസ് ചെയ്യുന്നത്. എന്താണ്, നമുക്ക് ഒറ്റയ്ക്ക് ആകുമ്പോഴത്തേക്കും വേറെ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വേറൊരാള് ചിയറപ്പ് ചെയ്യാൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് വേണ്ടിയിട്ട് തന്നെ എണീറ്റ് നിൽക്കാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അല്ലെ വേറൊരാൾ പുറകിൽ നിന്ന് വലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കാര്യം, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യാൻ പറ്റാണ്ടാവുന്നു. ഇപ്പൊ ചില വീടുകളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ അമ്മായിയമ്മ എന്ത് വിചാരിക്കും, എൻ്റെ ബന്ധുക്കൾ എന്ത് വിചാരിക്കും, എൻ്റെ ഹസ്ബൻഡ് എന്ത് വിചാരിക്കും, എൻ്റെ ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നില്ല എന്ന്. എനിക്കങ്ങനെ യാതൊരു വിചാരം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ മേ ബി അത് ഫ്രണ്ട്സിന്റെ കേസിൽ മാത്രമല്ല, എല്ലാവരോടും ഞാൻ അങ്ങനെ തന്നെയാണ്. അവര് അങ്ങനെ നോക്കി നമ്മളൊന്നും എന്ന് വെച്ച് ചില കാര്യങ്ങളിലൊക്കെ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എങ്കിലും മെജോറിറ്റി ഓഫ് ദ കാര്യങ്ങൾ എനിക്ക് ആരുടെയും ഒരു ഹെൽപ്പ് ഇല്ലാണ്ട് ചാടിത്തുള്ളി പോയി ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് ഫ്രണ്ട്സ് ഇല്ലാത്തതും ഒരു കാരണമാണ്. അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും ഒന്ന് ചായാൻ ആരും ഇല്ലാത്തത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. മേ ബി അതെന്റെ സ്വഭാവമായിരിക്കാം. ഇത് കംപ്ലീറ്റ്ലി കറക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്ക് ആരുമില്ല, നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നും വിളിക്കാൻ ആരുമില്ല, നമുക്ക് കറങ്ങാൻ പോകാൻ ആരുമില്ല എന്നൊക്കെ ഉള്ളതും ഒരു നോർമലായിട്ടുള്ള കാര്യം തന്നെയാണെന്ന് മനസ്സിലാക്കുക. നമുക്ക് അതുകൊണ്ട് കുറേയധികം ബെനിഫിറ്റ്സും ഉണ്ട്, കുറേയധികം ഡ്രോബാക്സും ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയാം, എങ്ങനെയാണ്, നിങ്ങൾക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടോ? മോസ്റ്റ്ലി മിക്കവർക്കും കാണുമായിരിക്കും. എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല, പക്ഷെ വിരലിലെണ്ണാവുന്ന കുറച്ച് നല്ല ഫ്രണ്ട്സ്, നല്ല പരിചയക്കാരുണ്ട്. അവരുമായിട്ട് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഡീപ്പ് കണക്ഷൻ ഇടാം. പക്ഷെ ഞാൻ മനഃപൂർവ്വം ഇടാണ്ട് ഇരിക്കുവാണ്. എനിക്ക് ഇനിയും അങ്ങനത്തെ തകർച്ചകൾ, കരച്ചിലുകളൊന്നും താങ്ങാൻ വയ്യ. സോ ഇങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങളുടെ കാര്യം പറയാം, ഫ്രണ്ട്സ് ഉണ്ടോ, ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടോ, അതോ എന്നെ പോലെ തന്നെ ഒറ്റപ്പെട്ടാണോ നിൽക്കുന്നത്? അടുത്ത വീഡിയോ നമുക്ക്